മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവനാണെങ്കിൽ സീമന്തിനിയും വാമദേവനും പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കുന്നില്ല. എങ്ങാനും നന്നായി കണ്ണന്റെ പ്രീതി പിടിച്ചു പറ്റി വീണ്ടും കമലേശ്വരം ഫിനാൻസിലേക്കും ജ്വല്ലറിയിലേക്കൊക്കെ കയറാനായിട്ട് മേഘനാഥനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നത് ഇനി എനിക്കൊരിക്കലും അതിനൊന്നും സാധിക്കില്ല. അവനെ ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇല്ലാതാക്കണം, എന്നിട്ട് ആ സ്വത്തുക്കൾ എനിക്ക് സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നുണ്ട്. പിന്നീട് മഞ്ജുവും സാഗറും ചേർന്ന് മാലയിടാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സമയം അവിടേക്ക് കരുണയും ദുർഗയും എത്തുന്നുണ്ട്. എന്തായാലും മഞ്ജുവിനെയും സാഗറിനെയും ദേഷ്യം പിടിപ്പിക്കുന്നത് പോലെയാണ് കരുണ സംസാരിക്കുന്നത്. അങ്ങനെ തൻ്റെ കണ്ണേട്ടനുണ്ടാകുമെന്നും നിങ്ങളെപ്പോലെയൊന്നും പെരുവഴിയിലേക്ക് ഇറങ്ങി പോവേണ്ട അവസ്ഥ വരില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മേഘനാഥൻ പുറത്തിറങ്ങിയ കാര്യം മാർക്കോ അറിയുകയാണ്. മാർക്കോയെ കണ്ണുവെട്ടിച്ച് അവൻ നടക്കുന്നുണ്ടെങ്കിൽ മാർക്കോ മേഘനാഥൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ പുറത്തേക്ക് ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. ഇനിമേലാൽ മഹാലക്ഷ്മിയുടെയോ കണ്ണൻ്റെയോ മുന്നിൽ ചെന്ന് നീ ആളാവാൻ ശ്രമിച്ചാൽ ഈ മാർക്കോ ആരാണെന്ന് നിനക്കറിയാലോ. നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിനക്കുള്ള പണിയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അതുപോലെയുള്ള പണികളും ഇനിയും നിനക്ക് പ്രതീക്ഷിക്കാം. നിനക്കറിയുമോ, നിന്റെ ഭാവി ഇനി പ്രവചിക്കുന്നതും നീ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഞാനാണെന്നുള്ള കാര്യം മാർക്കോയാണെങ്കിൽ മേഘനോട് പറയുന്നു. ഈ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, നീ എന്നെ ചതിച്ചു. ആ ചതിക്ക് തിരിച്ചടിയായിട്ട് ഞാനും ഇനി മിണ്ടാതിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ജയിൽ പുള്ളിയായില്ലേ. എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിലേക്ക് കയറിപ്പോകുന്നതല്ലേ അന്തസ്. ഒന്നും ചെയ്യാതെ വെറുതെ ശിക്ഷ അനുഭവിച്ചിട്ട് ഞാൻ തിരിച്ചെത്തി. ഇനി എന്തായാലും എനിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്. അതൊക്കെ നേടിയിട്ട് തന്നെ ഞാൻ മിണ്ടാതിരിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാൻ റെഡി ആയിക്കോ. മഹാലക്ഷ്മിക്കോ കണ്ണനെതിരെയോ ഇനി നിൻ്റെ ചൂണ്ടുവിരൽ പോലും അനങ്ങരുത്. അതുപോലെ സാഗറിനെയും മഞ്ജുവിനെയും നീനെയും നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്നൊക്കെ പറയുകയാണ്. പക്ഷെ അതൊന്നും തന്നെ മേഘനാഥൻ വിലക്കെടുക്കുന്നില്ല. അങ്ങനെ മേഘൻ നേരെ ചെല്ലുന്നത് മറ്റെവിടേക്കുമല്ല, കമലേശ്വരത്തിലേക്ക് തന്നെയാണ്. കമലേശ്വരത്ത് ചെന്ന് കണ്ണനെയും മഹിയെയും അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം ദുർഗ പറയുകയാണ്, മോനെ ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട. മണ്ഡലകാലമാണ് അയ്യപ്പസ്വാമിക്ക് ശക്തി കൂടിയിട്ടുള്ളതും. അവളാണെങ്കിൽ അയ്യപ്പസ്വാമിയെ ആവാഹിച്ചു വെച്ചിട്ടുള്ള പെണ്ണാണെന്നൊക്കെ പറയുമ്പോൾ അവൾ ഏത് അയ്യപ്പസ്വാമിയെ ആവാഹിച്ചാലും ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. എന്തെന്നാൽ എനിക്ക് അത്രയ്ക്കും വലിയ അപമാനമാണ് അവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടുകാർ പോലും എന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും കാരണം ആ മഹാലക്ഷ്മിയാണ്. അവളുടെ വരവോട് കൂടിയിട്ടാണ് എല്ലാം സംഭവിച്ചത്. അങ്ങനെ അവിടെ കണ്ണനും മഹിയും എത്തുന്നുണ്ട്. ആഹാ, നീയപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി, അറിഞ്ഞില്ലല്ലോ വിശേഷങ്ങളൊന്നും. ആ എങ്കിൽ കേട്ടോ, ഞാനേ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. നീയൊക്കെ കാണും ഞാൻ അവിടെ തന്നെ കിടക്കാനായിട്ട്. പക്ഷേ അതിന് സമ്മതിച്ചില്ല ദൈവം. എന്തായാലും നിന്നെയൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, ആ എല്ലാ സമയത്തും ഇങ്ങനെ വെലിഞ്ഞു കയറി വരേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അതെന്താടാ കണ്ണാ നീ അങ്ങനെ പറയുന്നത്? അവൻ ചെറുപ്പം മുതൽ ഇവിടെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ആയിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ സൂക്ഷിക്കണമല്ലോ. ജയിലിൽ നിന്നും ഇറങ്ങി വന്നവനല്ലേ, അത് ഈ വീടിന് മോശപ്പേരാകുമെന്നൊക്കെ പറയുകയാണ്. ഓഹോ, അപ്പോൾ ബന്ധങ്ങളെല്ലാം നീ വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചോ? അതും ഇവൾക്ക് വേണ്ടിയിട്ട്? അങ്ങനെ മഹിയാണെങ്കിൽ പ്രതികരിക്കുന്നുണ്ട്, ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ ആരും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇവനെപ്പോലെ ഒരുത്തനെ ഇവിടെ കയറി ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നേ കണ്ണേട്ടൻ ഉദ്ദേശിച്ചുള്ളൂ. നിന്റെ സമ്മതം ആർക്ക് വേണടി? ഇവിടെ ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് വരും, നിനക്ക് എന്താടി എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, ദേ മഹാലക്ഷ്മിയെ മാത്രം എതിർത്ത് നീ സംസാരിക്കരുത്. എൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ ഇവൾക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഈ വീടുമുണ്ട്. ഇവിടേക്ക് നീ വരണമെങ്കിൽ മഹാലക്ഷ്മിക്ക് മുന്നിൽ നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് കയറിയാൽ മതി. കാരണം ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പം മഹാലക്ഷ്മിക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഷോക്കാവുന്നു. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ചെകിടത്ത് അടി കിട്ടിയതുപോലെ ആവുകയാണ്. കാരണം വീണ്ടും അവൻ നാണം കെട്ടിയിരിക്കുന്നു. എന്തായാലും ഈ സമയം മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, വെറുതെ ഇങ്ങോട്ടുള്ള വരവ് അത് കുറച്ചോ. ഇങ്ങോട്ട് വന്ന് ആ മഞ്ജുവിൻ്റെ ജീവിതം ഇല്ലാതെയാക്കി. ഇപ്പോൾ അവൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അവളെ വീണ്ടും വേട്ടയാടാനാണ് നിൻ്റെയൊക്കെ പരിപാടിയെങ്കിൽ നിന്നെ ഇന്ന് വെറുതെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ കണ്ണനുമായിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, ഇവനിത് എന്തിൻ്റെ കേടാണ്, എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒറ്റയടിക്ക് അതിനെ തീർത്തിട്ട് അകത്ത് പോകുന്നതായിരുന്നു നല്ലത്. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാവരും ഇപ്പോൾ എനിക്കെതിരെയാണ്. ഈ സമയം ദുർഗ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നതായിരിക്കും മോനെ നല്ലത്. അറിയാമല്ലോ, അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാനായിട്ട് കരുണയുടെ മുത്തശ്ശിയും പിന്നെ ആ പ്രതാപനും ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നില്ല. എട്ടിൽ പൊട്ടിയെന്ന് മാത്രമല്ല,
അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് അവർക്ക് പണി കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ ദുർഗയാണെങ്കിൽ മേഘനയെ ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചു